ചപ്പാത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തിയാണ്. ചപ്പാത്തി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തിയല്ല. കാരണം നമ്മളിന്ന് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചപ്പാത്തിയാണ്. നോർത്ത് ഇന്ത്യയിൽ ഇവരിതിന് ചപ്പാത്തി എന്നല്ല വിളിക്കുന്നത്, റൊട്ടി അഥവാ ഫുൽക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഇതൊക്കെ ഈ ഒരു ട്രിക്ക് അറിയായിരിക്കും, ഫുൽക്ക ഉണ്ടാക്കുന്ന രീതിയൊക്കെ അറിയായിരിക്കും. അപ്പം അറിയാമെങ്കിൽ നിങ്ങളിത് ദയവായി സ്കിപ്പ് അടിക്കുക. ഇത് നമ്മുടെ ഈ കുക്കിംഗ് ബിഗിനേഴ്സിനുള്ളൊരു ചെറിയൊരു ടിപ്പാണ് ഇങ്ങനൊരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലല്ല നമ്മുടെ റൊട്ടി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചപ്പാത്തി. ഇച്ചിരി കൂടെ ടേസ്റ്റും ഇച്ചിരി കൂടെ സോഫ്റ്റ്നെസ്സും കൂടെ കിട്ടും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു വലിയ ബൗൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആട്ടപ്പൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം കുഴയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ ബൗളായിരിക്കണം. അതിനുശേഷം നമുക്കൊരു 2 കപ്പോളം ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചപ്പാത്തിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണേലും കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ചപ്പാത്തി ഉണ്ടാക്കാൻ 2 കപ്പാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ സോഫ്റ്റ്നെസ് വരാനായിട്ട് ഞാൻ പാല് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈ വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇനി കുഴയ്ക്കാനായിട്ട് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കുഴച്ച് കഴിയുമ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. കറക്റ്റ് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂറോളം നമുക്കൊരു വെറ്റ് തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി അരമണിക്കൂർ കഴിഞ്ഞ് ഈ ക്ലോത്ത് ഒന്നും എടുത്ത് മാറ്റുവാണ്. പാല് ചേർത്ത് കൊടുത്തുകൊണ്ട് അത്യാവശ്യം സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ചപ്പാത്തിയുടെ മാവ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഈ ചപ്പാത്തി മാവിൽ നിന്ന് ഒരു ഉരുള ഉരുട്ടാനായിട്ട് ചെറിയൊരു പീസ് ഞാൻ അതിനകത്ത് എടുക്കുന്നുണ്ട്. വട്ടത്തിലൊന്ന് റൗണ്ട് ചെയ്യുക. ഏകദേശം ഈ ഒരു പീസാണ് നമ്മുടെ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ഫുൾക്കയ്ക്കുള്ള സംഭവം. നമുക്ക് ബാക്കിയുള്ള മാവും കൂടി നമുക്കൊന്ന് പരത്തി ഈ ഒരു ബോൾ ഷേപ്പിലാക്കി വയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു ഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈലോ എന്തെങ്കിലും എടുക്കുക ചപ്പാത്തി പരത്താനായിട്ട്. നമുക്ക് ആദ്യത്തെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടൈലിലൊട്ട് പിടിക്കും, അതാണ് സംഭവം. ഇനി ഈ ഒരു മാവ് അവിടെ വെച്ചിട്ട് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ആ ഒരു ആട്ടപ്പൊടിയൊക്കെ ചെറുതായിട്ട് ഇതിനകത്തൊന്നൊന്ന് പരത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു റോള് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് തിന്നും ആവരുത്. ആ ഒരു ലെവലിൽ നിങ്ങൾ പരത്തി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലൊക്കെയാണ് പരത്താൻ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് കിട്ടിയത് സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇവിടെ ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് തവയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ എണ്ണ ചേർക്കരുത്, എണ്ണ ചേർക്കാതെ ആദ്യത്തെ ചപ്പാത്തി ഇതിലോട്ട് വയ്ക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിടുക. ഞാൻ ഇവിടെ ഒരു പിക്കർ ഉപയോഗിച്ച് മറിച്ചിടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മറിച്ചിടുക. ഒരുപാട് നേരം വെക്കരുത്. അപ്പം നമുക്കിവിടെ കാണാം കുറച്ച് കോമളയൊക്കെ വരുന്നുണ്ട്. ഈ കോമള വരുന്ന സ്റ്റേജിൽ നിങ്ങൾ ആ ഒരു തവ എടുത്ത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഗ്രില്ലെടുത്ത് വയ്ക്കുന്നുണ്ട്. ഗ്രില്ല് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് തീയിലോട്ടിടാം. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ഫുൽക്കയുടെ മാവ് ഇതിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇട്ട ഉടനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് നേരം ഒരേ പൊസിഷനിൽ നിങ്ങൾ വെക്കരുത്. ചെറുതായിട്ട് നിങ്ങൾ മാവ് ഒന്ന് മാറ്റി കൊടുക്കുക, എന്നിട്ട് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫുൽക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം, ഫുൽക്ക നോർത്ത് ഇന്ത്യൻ റൊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ റൊട്ടി എല്ലാ റൊട്ടിയും ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, നമ്മുടെ ഫുൾക്ക അല്ലെങ്കിൽ അഥവാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റൊട്ടി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന വരും ഇതുണ്ടാക്കിയാൽ ബെറ്റർ ആയിരിക്കും. 2 ലെയറായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഈ ഒരു റൊട്ടി കഴിക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിന്, ഇച്ചിരി ഒരു വ്യത്യാസമുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ.